സ്വർണ്ണക്കടത്ത് സംഘം മാത്രമല്ല, സ്വർണം പൊട്ടിക്കുന്ന പൊട്ടിക്കൽ സംഘവും സംസ്ഥാനത്ത് സജീവമാണ്. കാരിയർമാർ കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് കടത്തുന്ന സ്വർണം എയർപോർട്ടിന് പുറത്തുവെച്ച് പൊട്ടിക്കൽ സംഘം കവരും. കാരിയർമാരെ കൂടുതൽ പണം കൊടുത്ത് സ്വാധീനിച്ചാണ് ഈ കവർച്ച. ലക്ഷക്കണക്കിന് രൂപയും വിമാന ടിക്കറ്റുമൊക്കെ വാഗ്ദാനം ചെയ്താണ് ദുബൈയിൽ നിന്നും മറ്റും സ്വർണം കേരളത്തിലേക്ക് കടത്തുന്നത്. സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവരായിരിക്കും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. പിടിക്കപ്പെട്ടാൽ അഴിയെണ്ണുന്നതും ഇവർ തന്നെ. പിന്നെ പിടിക്കപ്പെട്ട സ്വർണത്തിന്റെ വില ആവശ്യപ്പെട്ടുള്ള ബ്ലാക്ക്മെയിലിംഗും തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും. രഞ്ജിത്ത് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലോഹത്തിന്റെ ഇതിവൃത്തവും ഇതുതന്നെയാണ്. ഇങ്ങനെയെല്ലാം കടത്തിവരുന്ന സ്വർണം നൈസായി പോയി പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ടീമുമുണ്ട്. ക്വട്ടേഷൻ സംഘങ്ങളുടെയും കയ്യൂക്കിന്റെയും ബലത്തിൽ ചെലവില്ലാതെ സ്വർണം കിട്ടും. കടത്തു സ്വർണമായതിനാൽ പരാതിപ്പെടാനുമാകില്ല. കാരിയർമാരായി വരുന്നവരെ കൂടുതൽ പണം വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കും. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ആളുകൾ എയർപോർട്ടിലെത്തി സ്വർണം സ്വീകരിക്കും മുൻപേ പൊട്ടിക്കൽ സംഘം സ്വർണവുമായി കടന്നു കളയും. ഇതാണ് രീതി. 2021 ജൂൺ 21 കോഴിക്കോട് രാമനാട്ടുകരയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് പൊട്ടിക്കൽ സംഘത്തെക്കുറിച്ച് കേരളം അറിഞ്ഞത്. പാലക്കാട് സ്വദേശികളായ 5 യുവാക്കൾ അപകടത്തിൽ മരിച്ചു. ഇവർ സഞ്ചരിച്ച ബലേറോ ജീപ്പ് ലോറിയിലിടിക്കുകയായിരുന്നു. അപകടത്തിന് മുൻപ് ചേസിംഗ് നടന്നിരുന്നു എന്ന് വ്യക്തമായതോടെയാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് ഇതിലേക്ക് ബന്ധപ്പെട്ടത്. കണ്ണൂർ സ്വദേശി അർജുൻ ആയെങ്കി സ്വർണം പൊട്ടിക്കാൻ കരിപ്പൂരിലെത്തിയെന്നും അർജുനെ പിന്തുടർന്ന സ്വർണ്ണക്കടത്ത് സംഘമാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചതെന്നും പിന്നീട് തെളിഞ്ഞു. സ്വർണം പൊട്ടിക്കലിൽ കൊടിസുനിക്കും സഹായി ഷാഫിക്കും ആകാശ് തില്ലങ്കേരിക്കും പങ്കുണ്ട് എന്നും കസ്റ്റംസ് കണ്ടെത്തി. പിന്നീട് ഇങ്ങോട്ട് സ്വർണ്ണക്കടത്ത് സംഘത്തെ പോലെ തന്നെ പോലീസിന്റെയും കസ്റ്റംസിന്റെയും നോട്ടപ്പുള്ളിയായി പൊട്ടിക്കൽ സംഘവും. പലപ്പോഴും പൊട്ടിക്കൽ സംഘത്തെ പിന്തുടർന്ന് സ്വർണ്ണക്കടത്ത് സംഘത്തിലേക്കും എത്താനായി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.